കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരെ ആ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ദെൻ ഓരോ ഓർഡറിൽ ക്ലാസ്സസ് കണ്ടുവരിക. ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഓക്കെ അല്ലേ? അതുപോലെ 1-to-1 ട്യൂഷൻ അവൈലബിൾ ആണ്. എങ്കിലും ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ട്യൂഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ട്യൂഷന് വിടാൻ പറ്റാത്ത കുറച്ച് പാരൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പാരൻസ് ആരെങ്കിലും ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മക്കൾക്ക് കാണാൻ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മളിന്ന് നോക്കുന്നത് പേജ് നമ്പർ 12 ടാക്സി ക്യാബ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ടാക്സി ക്യാബ് നമ്പേഴ്സ്. ഓക്കെ. ഓൺസ് when Srinivasa Ramanujan was working with G.H. Hardy at the University of Cambridge. അപ്പോൾ ശ്രീനിവാസ രാമാനുജൻ എന്താണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം ഹാർഡി ഹാഡ് കെയിം ടു വിസിറ്റ് രാമാനുജൻ അറ്റ് എ ഹോസ്പിറ്റൽ വെൻ ഹി വാസ് ഇൽ. അപ്പോൾ രാമാനുജൻ എന്താണ് ഹോസ്പിറ്റലായ സമയത്ത് ഹാർഡി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ കാണാൻ വരികയാണ്. ഹാർഡി ഹാഡ് റിട്ടൺ ഇൻ എ ടാക്സി ക്യാബ് നമ്പർ 1729 and he remarked that 1729 was rather a dull number. അപ്പോൾ അദ്ദേഹം വന്ന ടാക്സി ക്യാബിൻ്റെ നമ്പർ ആയിരുന്നു ഇത് 1729. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ നമ്പർ ഒരു ഡൾ നമ്പർ ആണെന്ന് പറയുകയാണ്. ആഡിങ് ദാറ്റ് ഹി ഹോപ്പ് ദാറ്റ് ദിസ് വാസ് നോട്ട് എ ബാഡ് സൈൻ, ഇതൊരു ബാഡ് സൈൻ ആണെന്നും പറയുന്നു. രാമാനുജൻ ഇമ്മീഡിയറ്റ്ലി റിപ്ലൈഡ് നോ ഹാഡി ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് നമ്പർ. അപ്പോൾ രാമാനുജൻ എന്ത് പറയാണ്? ഇതൊരു ഇൻട്രസ്റ്റിംഗ് നമ്പർ ആണ്, അല്ലാതെ ഡൾ നമ്പർ ഒന്നും അല്ല. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് 2 ക്യൂബ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. അതായത് ഈ നമ്പറിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? രണ്ട് നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. രണ്ട് നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മായിട്ട് 2 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് ആര് പറയും? രാമാനുജൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതിക്കുന്നതെന്ന്. 1729നെ 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് എന്ന് എഴുതിക്കുകയാണ്. അപ്പോൾ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്, 12 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1728 ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 1729 കിട്ടും. ദെൻ വേറൊരു വേയിൽ എങ്ങനെ എഴുതാം? 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ്, അതായത് 9 ക്യൂബും 10 ക്യൂബും ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 1729 കിട്ടും. അപ്പോൾ അതാ കണ്ടോ, രണ്ട് നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മായിട്ട് എഴുതാം. രണ്ട് നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മായിട്ട് 2 ഡിഫറെൻറ്റ് വേസിൽ, രണ്ട് രീതിയിൽ രാമാനുജൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സി ക്യാബ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് സ്റ്റോറി 1729 ഹാസ് സിൻസ് ബീൻ നോൺ ആസ് ഹാഡി രാമാനുജൻ നമ്പർ. അപ്പോൾ ഹാഡി രാമാനുജൻ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 1729. ആൻഡ് ദ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് ദ സം ഓഫ് 2 ക്യൂബ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ് ആർ കോൾഡ് ടാക്സി ക്യാബ് നമ്പേഴ്സ്. ഇതുപോലെ രണ്ട് ഡിഫറെൻറ്റ് വേസിൽ രണ്ട് നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ കഴിയുന്ന നമ്പറിനെയാണ് ടാക്സി ക്യാബ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, രണ്ട് ഡിഫറെൻറ്റ് വേസിൽ രണ്ട് നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സം. ഓക്കെ, സം ഓഫ് 2 ക്യൂബ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്, ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ടാക്സി ക്യാബ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഹാഡി രാമാനുജൻ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 1729. ഓക്കെ അല്ലേ? ദെൻ the next 2 taxi cab numbers after 1729 are 4104 and 13,832. Find the two ways in which each of these can be expressed as the sum of 2 positive cubes. അതുപോലെ ഈ 1729 കഴിഞ്ഞ് വരുന്ന അടുത്ത ടാക്സി ക്യാബ് നമ്പേഴ്സ് ആണ് 4104ഉം 13,832. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള നമ്പേഴ്സിനെ ഇതുപോലെ രണ്ട് ഡിഫറെൻറ്റ് വേസിൽ സം ഓഫ് ക്യൂബ്സ് ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എഴുതാം 4104. ഇതിനെ 2 ഡിഫറെൻറ്റ് വേസിൽ എന്താണ് ക്യൂബ്സിൻ്റെ സമ്മായിട്ട് എഴുതണം. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ 4104 നമുക്ക് ഇങ്ങനെ എഴുതാം 2 ക്യൂബ് പ്ലസ് 16 ക്യൂബ് എന്ന് എഴുതാം. 2 ക്യൂബിനെയും 16 ക്യൂബിനെയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ നമ്പർ കിട്ടും. അതായത് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ? ദെൻ 16 ക്യൂബ് എന്ന് പറഞ്ഞാൽ 4096. ഓക്കെ, അപ്പോൾ 4096ഉം 8ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ നമ്പർ
കിട്ടും. അതുപോലെ മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? 4104 നമുക്ക് മറ്റൊരു രീതിയിൽ ഇതുപോലെ ക്യൂബ് ഫോമിൽ എങ്ങനെ എഴുതാം? 9 ക്യൂബ് പ്ലസ് 15 ക്യൂബ്. ഓക്കെ, 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ 729 പ്ലസ് 15 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3375. ഇത് ടേബിൾ നമ്മൾ ഈ നമ്പേഴ്സിന്റെ ക്യൂബ്സ് എഴുതിയിട്ടുണ്ട്, കൂട്ടുകാരൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതും തമ്മിൽ ആഡ് ചെയ്താലും നമുക്ക് 4104 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഡിഫറെന്റ് വേസിൽ ചെയ്തല്ലോ. ഇത് ഫസ്റ്റ് വേ, ദെൻ ഇത് സെക്കൻഡ് വേ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഒരു ടാക്സി ക്യാബ് നമ്പർ ആണ്. ദെൻ അടുത്ത ഏതാണ് ക്വസ്റ്റ്യൻ? ദെൻ നെക്സ്റ്റ് നമ്പർ 13,832. ഇതിന് ഏതൊക്കെ ഡിഫറെന്റ് വേസിൽ നമുക്ക് എഴുതാം? ഇവിടെ 2 ക്യൂബ് പ്ലസ് 24 ക്യൂബ് എന്ന് എഴുതാം. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 24ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 13,824 ആണ്. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്താലും ഈ നമ്പർ കിട്ടും. കൂട്ടുകാര് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇത് ഒരു മെത്തേഡ്. ദെൻ സെക്കൻഡ് വൺ ഏതാണ്? 18 ക്യൂബ് പ്ലസ് 20 ക്യൂബ് എന്ന് എഴുതാം. 18 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5832 ആണ്. 20 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8000 ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്താലും നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഇത് സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 2 ഡിഫറെന്റ് വേസിൽ ഈ നമ്പറിനെ നമ്മൾ എഴുതി. അപ്പോൾ ഇതെന്താണ്? ടാക്സി ക്യാബ് നമ്പേഴ്സ് എന്ന് പറയും. ടാക്സി ക്യാബ് നമ്പേഴ്സ്. ദെൻ ഹാർഡി രാമാനുജൻ നമ്പറാണ് 1729 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.